സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പാർട്ട് 10 ഇവിടെ ഒന്ന് ചോദ്യങ്ങൾ കാണാം. 8 particles are distributed in 2 boxes. Find 1. Number of macrostates. 2. Most probable macrostates. 3. Thermodynamic probability of the macrostate to 6. ഒരു ബോക്സിൽ 2 എണ്ണവും സെക്കൻഡ് ബോക്സിൽ 6 എണ്ണവും ബ്രാക്കറ്റിൽ 2,6. ദാറ്റ്സ് ഓൾ. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് n പാർട്ടിക്കിൾസ് 2 ബോക്സസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് മാക്രോസ്റ്റേറ്റ്സ് ഈസ് n+1. The total number of macrostates is equal to n+1. ഇവിടെ തന്നെ 8 പാർട്ടുകൾ എന്ന് പറയുന്നത് 8+1 that is 9. പിന്നെ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് പ്രോബബിൾ 2 ബോക്സും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ 2 ബോക്സിലും പാർട്ടിക്കിൾസിന് വീഴാനുള്ള സാധ്യത ഒരുപോലെ. അപ്പോൾ 4 ഇതായിട്ട് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. പ്രത്യേകിച്ച് ഒരു ബോക്സിനും പ്രിഫറൻസ് ഇല്ല. അപ്പോൾ 4 ഒരെണ്ണത്തിൽ വീഴുക, ബാക്കി 4 രണ്ടാമത്തേലും വീഴുക. ദാറ്റ് ഈസ് ദി മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. സോ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ മാക്രോസ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു ഈസ് 4 എന്ന് പറയുമ്പോൾ 8C4. That is 8 factorial by 4 factorial into 8 minus 4 or 4 factorial. NCR is n factorial by r factorial into n minus r factorial. So 8C4, 4 combination, 4 distribution. അപ്പോൾ 8 factorial by 4 factorial into n minus 8 minus 4 factorial. That is 4 factorial. Answer is 70. പിന്നെ ചോദിച്ചിരിക്കുന്നത് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. അതിന് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ കൂടിയ നമ്പറാണ്. അത് മറ്റൊരു പേര് തെർമോഡൈനാമിക് ഫ്രീക്വൻസി. ആ ടൈമാണ് കൂടുതൽ നല്ലതെങ്കിലും തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് ഞാൻ പറയും. ആക്ച്വൽ പ്രോബബിലിറ്റി വരുന്നത് വെയിറ്റേജ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചോദ്യത്തിൽ കാണുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി or that is the total number of microstates associated with a macrostate. നമ്മൾ കണ്ടിട്ടുണ്ട് ഒമേഗ ഈക്വൽസ് n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ. ഇവിടെ 2 ബോക്സാണ്, k ബോക്സസ് ആണ്, ഇൻറ്റു എക്സെട്ര n k ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ ഇവിടെ 2,6ൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2,6 ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ബോക്സിൽ 2ഉം മറ്റേ ബോക്സിൽ 6ൻ്റെയും ആ മാക്രോസ്റ്റേറ്റിൻ്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് അതാണല്ലോ ഒമേഗ. ദറ്റ് ഈസ് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഫാക്ടോറിയൽ ഓർ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ദറ്റ് ഈസ് 840. ദറ്റ് ഈസ് ദി ആൻസർ. അനദർ വൺ. 4 macrostates of a system have 2, 6, 16 and 2 microstates. Find the probability of each microstate. ഇവിടെ മാക്രോസ്റ്റേറ്റ്സ് 4 മാക്രോസ്റ്റേറ്റുകൾ തന്നിട്ടുണ്ട്. അതിലോരോ 1, 2, 6, 16 ഇത്രയും മൈക്രോസ്റ്റേറ്റ്സുകളുള്ള മാക്രോസ്റ്റേറ്റുകളാണ്. ഇത് 2 മൈക്രോസ്റ്റേറ്റ്, ഇത് 6 മൈക്രോസ്റ്റേറ്റ്, 16 മൈക്രോസ്റ്റേറ്റ്, 2 മൈക്രോസ്റ്റേറ്റ്, ഇങ്ങനെ 4 മാക്രോസ്റ്റേറ്റ്സാണ്. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് സിഗ്മ ഒമേഗ ഈക്വൽസ് 2 + 6 + 16 + 2, that is 26.
എങ്കിൽ ഓരോ മൈക്രോ സ്റ്റേറ്റിൻ്റെ അതിനകത്ത് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ആദ്യത്തെ P42 ഈസ് സിഗ്മ, ഇതിൻ്റെ സിഗ്മ ബൈ ഒമേഗ ബൈ സിഗ്മ ഒമേഗ, ദറ്റ് ഈസ് 2 divided by 26 or 1 by 13. അടുത്ത P6 wherever 6 by total 26 or that is 3 by 30. അടുത്ത 16-ൻ്റെ P16 16 by 26 that is 8 by 13. Again P2 2 by 26 that is 1 by 13. That's all. Calculate the number of quantum states available to an electron within 1 angstrom unit if its speed does not exceed 10 raised to 7 meter per second. Neglect relativistic effect. അങ്ങനെ ഇതിപ്പോൾ 1 ഡയമെൻഷനാണ്. അപ്പോൾ ഫേസ് സ്പേസ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് 2 ഡയമെൻഷനിലാണ്. ഡെൽറ്റ എക്സും പിയും കൂടെ 2 ആക്സിസ് എങ്കിൽ അതിൻ്റെ ഒരു ഫൈനൈറ്റ് ഫേസ് സ്പേസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡെൽറ്റ ടോ ഈക്വൽസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി. ഇത് ആ ഫേസ് സ്പേസിൻ്റെ ഒരു ഫൈനൈറ്റ് വോളിയമാണ്. ദറ്റ് ഈസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആങ്സ്ട്രം യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10⁻⁻10 മീറ്റർ ഇൻറ്റു ഡെൽറ്റ പി ഇലക്ട്രോണാണ്. അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി എടുത്താൽ മതി. 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു 10⁻7 10⁻7 എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം അൺസർട്ടൻറ്റി ഡെൽറ്റ പി 10⁻7. ആൻസർ ഈസ് 9.1 ഇൻറ്റു 10⁻34 എന്ന് വരും. ഒരു സെല്ലിൻ്റെ വോളിയം എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ ഒരു സെല്ലിൻ്റെ വോളിയം ഫേസ് സ്പേസിലെ ഒരു സെല്ലിൻ്റെ വോളിയം H⁻f ആണ്. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ഓഫ് എഫ് ഈസ് 1. So volume of one cell is H⁻1, that is 6.6 into 10⁻34. എങ്കിൽ number of phase cells or number of quantum states എന്ന് പറയുന്നത് ഈ ഫൈനൈറ്റ് വോളിയത്തിനെ ഒരു സെല്ലിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9 into 10⁻34 by 6.6 into 10⁻34, that is 1.4. പക്ഷേ ഇലക്ട്രോണിന് 2 സ്റ്റേറ്റ് ഉണ്ട്, 2 സ്പിൻ സ്റ്റേറ്റ് ഉണ്ട്. ഇത് ഒരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ 2 സ്റ്റേറ്റ് ഇലക്ട്രോണിന് 2 സ്റ്റേറ്റ് ഉണ്ട് 2 സ്പിൻ എടുക്കുമ്പോൾ. അപ്പോൾ ടോട്ടൽ ക്വാണ്ടം സ്റ്റേറ്റ്സ് n ഈക്വൽസ് 2 into 1.4 or 2.8. That is the total number of quantum states. Another one. What is the principle of statistical mechanics? അങ്ങനെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യുവൻസിന് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും മാക്രോ സ്റ്റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുക. ഇതാ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഈ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില അസംഷൻസൊക്കെ ആദ്യം ഉണ്ടാക്കും. നമുക്കറിയാം കൈനറ്റിക് തിയറി കുറേ അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് ഉപയോഗിച്ച് നമ്മൾ മൈക്രോ സ്റ്റേറ്റിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ. അതിൽ നിന്നും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്തിട്ട് പ്രോബബിലിറ്റി തിയറിയൊക്കെ അപ്ലൈ ചെയ്ത് മാക്രോ ബിഹേവിയർ സിസ്റ്റത്തിൻ്റെ മൊത്തത്തോടുള്ള ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതാ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അത് പറയുമ്പോൾ statistical methods are applied to the microscopic constituents of a system in order to predict
its macroscopic properties. That's all. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. That give the salient features of classical statistical mechanics. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് രണ്ട് പാർട്ടുണ്ട്, ക്ലാസിക്കലും ക്വാണ്ടവും. നമ്മളതിനെ അതാ കാണേണ്ടത്. അതിൽ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, കൂടുതൽ ഡീറ്റെയിൽസ് വേറെ കാണും. ഇതൊരു ജനറൽ ക്വസ്റ്റ്യനാണ്. അവിടെ സാധാരണ സിസ്റ്റങ്ങൾ, ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും അപ്ലൈ ചെയ്യില്ല. സാധാരണ എല്ലാ പാർട്ടിക്കിളിനും ഒരു എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് മൊമെൻറ്റും ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. നമ്മൾ സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എക്സാക്ട്നെസ് ഉണ്ട്, അൺസർട്ടൻറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഈച്ച് പാർട്ടിക്കിൾ ഈസ് റിഗാർഡഡ് ആസ് ഓക്യുപ്പൈങ് എ പോയിന്റ് ഇൻ ഫേസ് സ്പേസ്. ഫേസ് സ്പേസ് ഒരു ഗ്രാഫാണല്ലോ. പൊസിഷനും മൊമെൻറ്റും കോർഡിനേറ്റ്സ് ആയിട്ട് എടുക്കുന്ന ഒരു ഗ്രാഫ് മനസ്സിൽ കാണണമെന്നുള്ളേ ഉള്ളൂ. മനസ്സിലും കാണേണ്ട കോർഡിനേറ്റ്സ് എഴുതി കാണിക്കുന്നു. ദാറ്റ്സ് ഓൾ. അതിനെ സ്പേസ് എന്ന് വിളിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈച്ച് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിലുള്ള സ്പേസ് അതിൽ ഒരു നമ്പർ സിസ്റ്റം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈച്ച് പാർട്ടിക്കിൾ ഈസ് റിഗാർഡഡ് ആസ് ഓക്യുപ്പൈങ് എ പോയിന്റ് ഇൻ ഫേസ് സ്പേസ്. ദാറ്റ് ഈസ് ടു ഹാവ് എക്സാക്റ്റ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം അറ്റ് എനി പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. അവ്യക്തതയൊന്നുമില്ല, അൺസർട്ടൻറ്റി ഇല്ല. രണ്ട്, the probability that this point will occupy any small volume of this phase space is taken to be proportional to the volume. അതായത് ഒരു പ്രത്യേക ലിമിറ്റിനകത്ത് മൊമെൻറ്റവും പൊസിഷനും ഉള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ ഗ്രാഫിക്കൽ പിക്ചറിൽ ഒരു നിശ്ചിത ഫേസ് സെല്ലിനകത്ത് വരുമല്ലോ. അപ്പോൾ ഫേസ് പോയിന്റ് അത് ആ ഫേസ് സെല്ലിൻ്റെ വോളിയത്തിന് പ്രൊപ്പോർഷനില്ല. ആ സാധ്യത പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യാനുള്ള, അല്ല അത്തരം പാർട്ടിക്കിൾസ് ഉണ്ടാവാനുള്ള, ഒരു പ്രത്യേക മൊമെൻറ്റും പൊസിഷനും ഉള്ള പാർട്ടിക്കിൾസ് ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത, probability, that depends on the volume of the phase cell. 3, the Maxwell-Boltzmann law gives the most probable distribution of the particles in the phase space. നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പരിചയപ്പെടും. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഫേസ് സ്പേസിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നിശ്ചയിക്കുക. ഈ 3 പോയിൻറ്റ്സാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ്. കൂടുതൽ അടുത്ത പോസ്റ്റിംഗ് വരും. നമ്മളിനി ഡിസ്ട്രിബ്യൂഷൻ ലോസിലോട്ട് കയറുക. താങ്ക് യു.